ആരംഭിക്കുകയാണ്. എല്ലാ ആളുകളും പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. MLA ഏറനാടിന്റെ വികസന നായകൻ PK ബഷീർ സാഹിബ് അവർകൾ, അതുപോലെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ടീച്ചർ അവർകൾ, വേദിയിലുള്ള കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാമുക്കുടൻ അവർകൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയാംസ അവർകൾ, മറ്റ് വേദിയിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായിട്ടുള്ള റസാഖ് പറമ്പ്, ഉമ്മറാജി. ഞാൻ മെമ്പറായി കയറിയ ഉടനെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ആകെ പറയാണ്ടായിരുന്നത് ഈ ഒരു അമ്പലത്തിലുള്ള റോഡ് റെഡിയാക്കി തന്നത് മാത്രമായിരുന്നു. കാരണം അത്രക്കും ഡ്രൈനേജും മഴവെള്ളം പോയിരുന്ന ഒരു അരിച്ചാലിന്റെ ഇടയിലുള്ള ഒരു നടവായി മാത്രമായിരുന്നു. ആളുകളൊക്കെ ഇതിൽ വളരെ ബുദ്ധിമുട്ടിയാണ് നടന്നു പോയിരുന്നത്. അത് നമ്മൾ സ്ലാബ് ഇട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നല്ലൊരു റോഡാക്കി മാറ്റാൻ നമുക്ക് ഫണ്ട് തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് ആദ്യമായി എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു റോഡിന് സ്ഥലം തന്ന 2-3 വ്യക്തികളുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്കിവിടെ ഇത് കൊടുക്കുന്നുണ്ട്, അനുമോദനം കൊടുക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു റോഡ് അവർ സ്ഥലം തന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഈ ഒരു റോഡ് കയറ്റി തുടക്കം 2021-22 2.5 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റോഡ് തുടക്കം കുറിച്ചു. ബാക്കി നമ്മുടെ MLAയുടെ അടുത്ത് പോയി ഈ ഒരു വിവരം പറഞ്ഞ് അത് കേട്ടിട്ട് നമ്മുടെ MLA നമുക്ക് ഫണ്ട് പാസ്സാക്കി തരികയും വേറെ ഇതിനൊരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് തന്നതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നു. അതിന് നമ്മുടെ MLA പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരെയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് രജനി ടീച്ചറാണ്. രജനി ടീച്ചറെ ഈ ഒരു അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി വളരെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ഏറനാട് മണ്ഡലം MLA വികസന നായകൻ, നമ്മൾക്കേവർക്കും പ്രിയപ്പെട്ട ബഷീർ സാഹിബ് അവർകൾ. മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് വെള്ളം, വെളിച്ചം, വഴി. ഈ വഴി ഞാനിതിന് മുന്നേ വന്നൊക്കെ നല്ലൊരു കൈത്തോടായിരുന്നു. രാത്രിയൊക്കെ അമ്പലത്തിൽ അഖണ്ഡനാമത്തിനും ശബരിമലയ്ക്ക് പോണ സീസണിലൊക്കെ കെട്ടുന്നവരൊക്കെ ആകുമ്പോൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇടായിരുന്നു ഇവിടെ. എനിക്ക് അത്ഭുതം വരുന്നത് ഒരു കൈത്തോട് ഇങ്ങനെ ഒരു റോഡാക്കി തീർത്ത നമ്മുടെ ബഷീർ സാഹിബിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതുപോലെ നമ്മുടെ മെമ്പർ എപ്പോഴും പഞ്ചായത്തിൽ വന്ന എൻ്റെ വാർഡ് എന്ന നിലവിളി മാത്രമേ അവൾക്കുള്ളൂ. അപ്പോൾ എത്ര ഫണ്ട് കിട്ടുന്ന അത്രത്തോളം അവൾ കണ്ടെന്നുള്ള ഒരു വ്യക്തിത്വമാണ് സൈബൂന. നിങ്ങൾക്ക് നല്ലൊരു ജനപ്രതിനിധി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ MLAനെ അഭിനന്ദിച്ചാൽ മതിയാവൂല. ജനങ്ങൾക്കും നാടിനും വേണ്ടി എത്രയോ വികസനങ്ങൾ കൊണ്ടുവന്നതാണെന്ന് എന്നെപ്പോലെ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപൂർവ്വം നമ്മുടെ MLA ബഷീർ സാഹിബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാർ, നിങ്ങളുടെ ഈ ഉദ്ഘാടനത്തിന് ഇത്രയധികം ആളുകളെ കാണുമ്പോൾ തന്നെ ഈ റോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലാകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറും അസ്കർ മാസ്റ്ററും ഉമ്മറാജിയും ഇവിടെയുള്ള ആളുകളൊക്കെ വന്ന് ഈ വാർഡിലെ വികസനത്തിന് വലിയ പരിഗണന നൽകാൻ ആദ്യമായി അവരെ ഇക്കൊല്ലം എഴുതി തന്ന റോഡ്, കഴിഞ്ഞ കൊല്ലം എഴുതി തന്ന റോഡ് ആദ്യത്തേത് ഈ റോഡായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഈ റോഡിന് 10 ലക്ഷം രൂപ ഫണ്ട് MLAയുടെ ആസ്തി വികസന ഫണ്ടെന്ന് അനുവദിക്കുന്നത്. വളരെ മനോഹരമായി ഈ റോഡ് തീർത്തു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു റോഡിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നത്. ഞാൻ MLA ആയി വന്നതിന് ശേഷം കടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അമ്പലക്കുളം നവീകരിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ അന്ന് ഫണ്ട് ലഭ്യമാക്കി. അതുപോലെ തന്നെ അരീക്കോട് ശാലിഗ്രാം അമ്പലത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി അവിടെ പോയിലെ ആ ഭാഗങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവിടെ സേവനങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റെപ്പും അതിനൊക്കെ 7 ലക്ഷം രൂപ ആദ്യ ഘട്ടത്തിൽ അനുവദിച്ചു.
എൻ്റെ വീടിന് മുമ്പിലാണ് ഭക്തപ്രിയ ക്ഷേത്രം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ കോൺക്രീറ്റിന് ആ കാലഘട്ടത്തിൽ ഫണ്ട് അനുവദിച്ചു. വാക്കാലൂര് നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ മോയിപ്പാടത്തുള്ള അമ്പലത്തിലാണ് ഷെയർ പ്രൊട്ടക്ഷൻ ഭാഗത്ത് 20 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടിന് അനുവദിച്ചു. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അമ്പലങ്ങൾക്കായിട്ട് തന്നെ MLA എന്ന നിലയ്ക്ക് തന്നെ ഞാൻ ഒരുപാട് ഫണ്ടുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പറ്റാത്തത് അവിടെ വികസനം എത്തിക്കുക എന്നുള്ളതാണ്. ചെറപ്പാലം എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് ചെറപ്പാലുള്ള അവിടെയാണ് ഒരു പാലം തന്നത്. ഞാൻ ആദ്യം MLA ആയപ്പോൾ നിങ്ങൾ പാലം തന്നത് 6 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിച്ചത് ഈ ചെറപ്പാലത്താണ്. ഇപ്പം റോഡ് രണ്ടാമത് PMGS വഴി വന്നു. അപ്പുറത്തേക്ക് റോഡ് വന്ന് രാഹുൽ ഗാന്ധി മുൻകൈ എടുത്തുകൊണ്ട് 3,35 ലക്ഷം രൂപ ചെലവിലാണ് വിളയിൽ നിന്ന് കറങ്ങുന്ന വെഹിക്കിൾ റൂട്ടിന്റെ റോഡ് വന്നത്. ഈ സ്ഥലം തന്നെ ആളുകളുണ്ട്, അവരുടെയൊക്കെ നല്ല മനസ്സ്. കാരണം സാധാരണ സ്ഥലം കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഇവിടെ ഒരു പ്രദേശത്ത് സ്ഥലം തരാൻ മുൻകൈ എടുത്ത് കുഞ്ഞാക്കാരെ അതിനോടനുസരിച്ചുള്ള മറ്റുള്ള ആളുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതൊക്കെ നല്ലൊരു മാതൃകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ്. ചിറപ്പാലം തന്ന് അതുപോലെ തന്നെ മുണ്ടംപറമ്പ് മടത്തിങ്ങൽ റോഡിന് ഏതാണ്ട് 20 ലക്ഷം രൂപ തന്ന, കടുങ്ങല്ലൂര് മുതൽ മടത്തിങ്ങൽ വരെ 10 ലക്ഷം രൂപ തന്ന നമ്മുടെ പ്രിയങ്കരനായ MLA, അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒക്കെ 1000 നന്ദികൾ അറിയിക്കുകയാണ്. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുസലാം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട ഏറനാടിന്റെ വികസന നായകൻ പ്രിയപ്പെട്ട MLA PK ബഷീർ സാഹിബ് അവർ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച പ്രിയപ്പെട്ട 6ാം വാർഡിന്റെ വികസന നായിക പ്രിയപ്പെട്ട സൈബുന അസ്കർ, വേദിയിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയ ഹംസ, പ്രിയപ്പെട്ട അസ്രഫ് കുയ്മണ്ണ റസാഖ് സാഹിബ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വേദിയിലുള്ള വിശുദ്ധ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. ഏതായാലും 6ാം വാർഡ് വലിയൊരു ഉത്സവം തന്നെയാണ് ഇന്ന്. കാരണം പറഞ്ഞ വാക്ക് പാലിച്ച പ്രിയപ്പെട്ട MLA. കാരണം നമ്മുടെ ഈ കുയ്മണ്ണ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറനാട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നതിൽ മുൻകൈയെടുക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA. കാരണം MLAയുടെ സാന്നിധ്യം ഇനിയും നമുക്ക് ഉണ്ടാകണം. അടുത്ത പ്രാവശ്യം നമ്മുടെ MLA മിനിസ്റ്ററായി വന്നു കഴിഞ്ഞ് നമ്മുടെ കുയ്മണ്ണക്കാർക്ക് അഭിമാനമായി മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫണ്ട് അനുവദിച്ചു തന്ന പ്രിയപ്പെട്ട MLAക്കും അതുപോലെ തന്നെ ഇതിന് സ്ഥലം വിട്ടു നൽകിയ ഇതിന്റെ ആളുകൾക്ക് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസ അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ഈ കൂടിക്കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം ഈ പ്രദേശവാസികളുടെ ഒരു ചെറുകാല സ്വപ്നം പൂവണിക്കാൻ സാധിച്ച നമ്മളെ MLA, ഈ വാർഡിന്റെ നിങ്ങൾ തെരഞ്ഞെടുത്ത മെമ്പർ സൈബുന അസ്കർ, നിങ്ങൾക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ അഭിമാനവും സന്തോഷവും അറിയിക്കാന് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ MLAക്ക് തരാൻ സാധിക്കട്ടെ. നമ്മളെ MLA ഈ വാർഡ് നല്ല MLA കുയ്മണ്ണ പഞ്ചായത്തിന് 20 വാർഡുകളിലും ഫണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളും ഇതുവരെ നടക്കാനിരിക്കുന്നുള്ളൂ. എവിടേക്കൊക്കെ MLAന്റെ അഭിനന്ദിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ വികസന കാര്യങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ MLA നേതൃത്വം കൊടുക്കുന്നത്. ഒരു നാടിന്റെ, ഒരു ജനതയുടെ ജനക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ അവരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സദാ നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കെടുക്കുകയും അത് അന്വേഷിക്കുകയും അതിനു വേണ്ട ഒരു ഗവൺമെന്റിൽ നിന്ന് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതിന്റെ പരമാവധി ചെയ്തു കൊടുക്കുന്നതിൽ 140 ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ വ്യതിരക്തമായി നിൽക്കുകയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഒരുപടി മുന്നിലാണ് നമ്മുടെ ജനപ്രതിനിധി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ നാട്ടുകാർ എനിക്കറിയാവുന്നതാണ്. ഈ പുല്ലൂർ അമ്പല പ്രദേശവും ഈ മർത്തിങ്ങൽ പ്രദേശവും ചെറുപ്പം മുതലേ മർത്തിങ്ങൽ സ്കൂൾ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു നടവഴിയാണ്. ഈ വഴി ഇത്രയേറെ മനോഹരമാക്കി തന്ന ഇവിടുത്തെ വാർഡ് മെമ്പർ സൈബുന അസ്കറെ ഹൃദയാഭിവാദ്യങ്ങൾ ചെയ്യുകയാണ്.
ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. എല്ലാവരും ഇതിൽ നല്ല സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.